ഇഫ ചിക്കൻ. ഇന്നെന്താ സ്പെഷ്യല്? ഇഫ ചിക്കൻ. നമ്മള് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടന്നാലോ. ഇതിനായിട്ട് 2 ചിക്കൻ ലെഗ്, പിന്നെ മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഇത് ഗരം മസാല, ഇതും നമ്മൾ 2 സ്പൂൺ എടുത്തിരിക്കുന്നത്, യോഗേട്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഹാഫ് ലെമൺ, കുറച്ച് സോൾട്ട്. ഓക്കെ, നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മുന്നേ മസാലയ്ക്ക് ഉള്ളിലോട്ട് നന്നായി ആവാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബൗൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1 സ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ 2 സ്പൂൺ ഗരം മസാല, നെക്സ്റ്റ് വൺ പെപ്പർ പൗഡർ, ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ യോഗേർട്ട്, ആവശ്യത്തിന് ഉപ്പ്, ഹാഫ് ലെമൺ കൂടെ സ്ക്യൂസ് ചെയ്യും. വരൂ, പുറത്ത് വരൂ. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത മിക്സ് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുക്കാൻ പോവാണ്. ഇനി നമ്മൾ നേരെ ഇത് തവ ഫ്രൈ ചെയ്യാം. ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആവാനായിട്ട് ആവശ്യമായി വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വലിയ ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ ഒരു തവ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് എണ്ണ മതിയാവും. അപ്പൊ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു. അപ്പൊ ഈ മസാലയൊക്കെ ഇതിൽ തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇതിലോട്ട് വെച്ച് വന്നപ്പോൾ തന്നെ ആ ഗാർലിക്കിന്റെ ഒക്കെ നല്ലൊരു സ്മെല്ലിങ് വന്നു തുടങ്ങി. ഇനി ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ തവ ഫ്രൈ ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് ഇതിനാവശ്യമായ സോസ് റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഫസ്റ്റ് നമുക്ക് വേണ്ടത് മയോണൈസ് ആണ്. ഇത് നമ്മൾ ഗാർലിക് മയോണൈസ് എടുക്കുന്നത് കൊണ്ട് വേറെ ഗാർലിക് ചേർക്കണ്ട. അല്ലെങ്കിൽ ഈ സോസിൽ മയോണൈസിനൊപ്പം കുറച്ച് ഗാർലിക്കും കൂടെ നമ്മൾ ചേർക്കണം. അപ്പോൾ കുറച്ച് മയോണൈസ് എടുത്തു. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം വേണം ഇതിന്. അപ്പോൾ ഒരു 1 സ്പൂണോളം ഞാൻ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. പിന്നെ 2-3 ചീസ് സ്ലൈസസ്.
പഞ്ചസാര, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും നമ്മൾ ചേർക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സോസ് ഇതിലേക്ക് ചേർക്കണം. ഓക്കെ, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ സോസ് ഇതുപോലെ ചിക്കനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക, കഴിക്കുക. അങ്ങനെ നമ്മുടെ ഇഫ ചിക്കൻ റെഡി. വായോ, ടേസ്റ്റ് ചെയ്യാം. എല്ലാവരും നല്ല ക്രീമി. ചേച്ചി കണ്ട ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് സാരി കൊടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുക. ഡ്യൂട്ടിക്ക് പോകാൻ ജോലിക്ക് പോകാം. ജോലിക്ക് പോകണ്ട പാവം.